രാഹുൽ വീട്ടിലെ SITയുടെ പരിശോധന നടക്കുന്നതാണ് വിവരം. രാഹുലിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, എപ്പോഴാണ് ഈ പരിശോധന തുടങ്ങിയത്? എന്താണ് അവിടുത്തെ പരിശോധനയിൽ നിന്ന് SITക്ക് കണ്ടെത്താനുള്ളത്? ഗൂഗിൾ 1 മണിയോടുകൂടിയാണ് SIT സംഘത്തിലെ ഉദ്യോഗസ്ഥർ എത്തി രാഹുലിന്റെ അടൂരിലെ വീട്ടിൽ ഒരു പരിശോധന നടത്തിയത്. 10 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന പരിശോധനയായിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് പിന്നീട് ഉദ്യോഗസ്ഥർ മടങ്ങുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായി രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. രാഹുൽ ഇതുവരെ എവിടെയാണ് ലാപ്ടോപ്പ് എന്ന കാര്യത്തിൽ ഒരു മറുപടി നൽകിയിട്ടില്ല. അത് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ അടൂരിലെ വീട്ടിൽ കൂടി SIT സംഘം പരിശോധന നടത്തിയത്. 10 മിനിറ്റിൽ രാഹുലിന്റെ കിടപ്പുമുറിയും പ്രധാനപ്പെട്ട മറ്റു മുറികളും പരിശോധിച്ചെങ്കിലും ലാപ്ടോപ്പിന്റെ ഒന്നും തന്നെ കണ്ടെത്താനാകാത്തതിനെ തുടർന്നാണ് മടങ്ങിയത്. ഇപ്പോഴും രാഹുൽ SIT ഓഫീസ്, അതായത് AR ക്യാമ്പിൽ, പത്തനംതിട്ട AR ക്യാമ്പിൽ തുടരുകയാണ്. രാഹുലിനെ കൂട്ടാതെ SIT സംഘത്തിലെ ആളുകൾ, ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ വീട്ടിലെ പരിശോധനയിൽ പങ്കെടുത്തിരുന്നത്. എന്തായാലും അവിടെ നിന്നൊന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് SIT സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിനി മറ്റ് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി രാഹുലിനെ പുറത്തിറക്കുന്നില്ല എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നു. കാരണം പോലീസ് ഫോഴ്സ് താരതമ്യേന ഇന്ന് കുറവുള്ള ദിവസമാണ്. ശബരിമല അടക്കം പ്രധാനപ്പെട്ട മറ്റ് പരിപാടികൾ നടക്കുന്നതിനാൽ അവിടേക്ക് കൂടുതൽ പോലീസിനെ ഉച്ചയ്ക്ക് ശേഷം അയക്കേണ്ട ഒരു സാഹചര്യത്തിൽ പുറത്തേക്ക് രാഹുലിനെ ഇറക്കണമെങ്കിൽ ആവശ്യമായ പോലീസ് ഫോഴ്സ് വേണം, പ്രതിഷേധ സാഹചര്യങ്ങളുള്ള സാഹചര്യത്തിൽ. അതുകൊണ്ട് ഇന്ന് മറ്റ് തെളിവെടുപ്പുകൾക്കായി രാഹുലിനെ പുറത്തിറക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല. ഗോകുൽ, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലെ വീട്ടിലാണ് ഈ പരിശോധന നടത്തിയത്. രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെടുക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പരിശോധനയായിരുന്നു. രാഹുലിന്റെ മൊബൈൽ ഫോണിൽ നിന്നടക്കം അത് തുറന്ന് പരിശോധിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പാസ്വേഡ് രാഹുൽ നൽകിയിട്ടില്ല. ഒപ്പം തന്നെ ലാപ്ടോപ്പ് എവിടെയാണെന്ന് രാഹുൽ പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് ചില നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കും എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ഏതായാലും ആ പരിശോധനയിൽ, വീട്ടിലെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല എന്നതാണ് അശ്വിൻ പാലാഴി നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.